കോഴിക്കോട് കൊലക്കേസ് പ്രതിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീകാന്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി എന്നുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതാണ്. വെള്ളയിൽ സ്വദേശി ധനീഷാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശ്രീകാന്തിനെ ഓട്ടോയിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ ദീപക്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കോഴിക്കോട് നഗരത്തെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു. 17 വെട്ടുകളോടുകൂടിയായിരുന്നു ഈ ഓട്ടോ ഡ്രൈവർ ശ്രീകാന്ത് കൊല്ലപ്പെട്ടത്. എന്നാൽ അതിൻ്റെ കാരണം തേടി പോലീസ് അലയുകയായിരുന്നു. ഒടുവിൽ പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്നലെ രൂപീകരിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷിൻ്റെ നേതൃത്വമുള്ള അന്വേഷണ സംഘവും അതുപോലെ തന്നെ ക്രൈം സ്ക്വാഡും കൂടി നടത്തിയ ശ്രമകരമായ ദൗത്യത്തിലാണ് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത്. പ്രതിയെ ഇന്നലെ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ആ പ്രദേശത്ത് തന്നെയുള്ള ധനേഷാണ് പ്രതി. വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് തന്നെയാണ്. ഇവർ തമ്മിൽ അതായത് ഒരാഴ്ചക്കാലത്തെ ആസൂത്രണത്തിലാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം. വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. കാരണം പുലർച്ചെ വരെയും ചോദ്യം ചെയ്തിരുന്നു. തെളിവെടുപ്പിലേക്കും കടക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ കൊലപാതകത്തിലേക്ക് നീങ്ങുന്നത് വ്യക്തിവൈരാഗ്യമാണ്. വ്യക്തിവൈരാഗ്യം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എന്നുള്ളതുൾപ്പെടെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മറ്റു കാര്യങ്ങൾ കണ്ടെത്താനാകും. അതായത് കേവലമായ ഒരു വികാരത്തിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു കൊലപാതകം, ആ കൊലപാതകത്തിന് മുമ്പ് കാർ കത്തിക്കുന്നു, കാർ കത്തിച്ചും അരിശം തീരാതെ വെട്ടിക്കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ പ്രതി മാറി എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. ഇതിൽ സൈബർ സെല്ലിൻ്റെയും ക്രൈം സ്ക്വാഡിൻ്റെയും എല്ലാം കൂട്ടായ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത്. ഇതിൽ കൂടുതൽ പ്രതികളുണ്ടോ, പ്രേരണാകുറ്റമുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ IPC 302 പ്രകാരം കൊലക്കേസാണ് ചുമത്തിയിരിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.